ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിൽ പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പവർ ടീമിൽ നിൽക്കുന്നത് ഗബ്രി, അതുപോലെ തന്നെ മുടിയൻ, പിന്നെ ആരാണ്, ശരണ്യ, ശ്രീരേഖ ഒക്കെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുക, അവരുടെ കളിയൊക്കെ എന്താണ് പുറത്തുനിന്നുള്ള അത് ഉണ്ടല്ലോ, അവർ തമ്മിൽ കളിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഗബ്രിനെയും മുടിയനെയും മാറ്റുന്നുണ്ട്. അല്ല, ആരെങ്കിലും രണ്ടുപേരും മാറാൻ പറയുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള വേറെ ആൾക്കാർ കയറി. ഇവർ തന്നെ 2 ആഴ്ച 3 ആഴ്ചയോളം ആയാലും നിൽക്കുന്നത്. ഗബ്രി നേരത്തെ നിന്നിട്ടുണ്ട്, അതുപോലെ മുടിയൻ ഇപ്പോൾ 3ാമത്തെ ആഴ്ചയാണ് ഇത് നിൽക്കുന്നത്. ഗബ്രി 2-3 പ്രാവശ്യം നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്ക് ഇത് കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കും മറ്റുള്ളവർക്ക് ഇത് എന്താണ് ആകട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ പവർ ടീമിൽ നിന്ന് എന്തായാലും ഗബ്രിയും മുടിയനും ഋഷിയും പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോയിട്ട് പിന്നെ അവർ അവിടെ കളിക്കാൻ ആർക്കാണ് ഇതെന്നുള്ളത് ചോദിച്ചപ്പോൾ ജിൻഡോയും പിന്നെ സായി, നന്ദന, അതുപോലെ തന്നെ ജാസ്മിനും വരുന്നുണ്ട്. അപ്പോൾ അതിൽ അവരൊരു ഡിബേറ്റ് എന്തോ വെക്കുന്നുണ്ട് തോന്നുന്നു. ഇവനുണ്ട്, സിജോയും ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിലെന്തോ ഒരു ഡിബേറ്റിൽ ഇവരാണ് തോന്നുന്നു ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രോമോ കാണിക്കുന്നുണ്ടായിരുന്നത്. സായും നന്ദനയാണ് അതിൽ ജയിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരാണ് ഇനി പുതിയ പവർ ടീമിലേക്ക് കയറുന്നത്. അപ്പോൾ ശരണ്യ, ശ്രീരേഖയും ശരണ്യം പിന്നെ പറയാൻ വേണ്ട, അത് അതിനേക്കാളും പാഷാണത് കൃമിയായിട്ടാണ് ശ്രീരേഖ വരുന്നത്. ശ്രീരേഖ എല്ലാവരും സ്ക്രൂ മുറുക്കി വിടും, എന്നിട്ട് ശ്രീരേഖ ഒന്നും അറിയാത്ത രീതിയിൽ മാറി നിൽക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അവളും പവർ ടീമിൽ നിന്ന് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് അതിനേക്കാളും പാഷാണത്തെ കൃമിയാണ്. പിന്നെ ശരണ്യയുടെ കാര്യം പറയണ്ട, പിന്നെ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ കയറിയിരിക്കുന്നത് നന്ദനയും സായിയാണ്. അവരെ കുറിച്ചിട്ടുള്ള കളികളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ സായിയും നന്ദനയും കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരുടെ ഇനി വരുന്ന എപ്പിസോഡിൽ അറിയുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും നന്നായി കളിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പുറത്ത് അത്യാവശ്യം ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിനകത്ത് കയറുന്ന സമയത്ത് എന്തായാലും ജിൻഡോയ്ക്കെതിരെ നന്ദന കുറച്ചൊക്കെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ആളാകെ മാറുമെന്ന് അറിയില്ല, ജിൻഡോയ്ക്ക് എതിരാവോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ഇതാണ് പ്രോമോണ് കാണിക്കുന്നത്. എന്തായാലും മുടിയനും ഗബ്രിയും പുറത്ത് പോയിട്ടുണ്ട്. അതിന് പകരം നന്ദനയും സായും കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെന്തൊക്കെ അവിടെ കളിക്കുന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ അറിയാം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.